അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ, വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ നീ രാംദാസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചു, അത് ഞാൻ സഹിക്കില്ല. വിളിക്കും. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഈ എത്ര എന്ത് മൈരില്ല. ഇയാൾ തല്ലി വീഴ്ത്തുവോ? ഓ, ചിലപ്പോ നല്ലൊരു അടിയാണ്. മനസ്സിലായില്ലേ? ഞാൻ എക്കാ വിളിച്ചിട്ടുള്ളത് നായിന്റെ മോനെ. നായിന്റെ മോനെ നായേന്ന് വിളിച്ച നായിക്കുണ്ടോ നാണം? എന്നും ഉണ്ടോ ഒരു പഴഞ്ചൊല്ല്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഏതാ അടിയെന്ന് അറിയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്, നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതുണ്ട് ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ആരാ വിളിച്ചേ? നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചേന്ന് എന്റെ ഫോണില്. പറയാൻ പാടില്ല. അവര് തമ്മിൽ സംസാരിച്ചെന്നൊക്കെ നോക്കാം. മണവാളെന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോള് 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു, സംസാരിച്ചു. നീ എന്ത് എനിക്കൊരു ഞാൻ നിന്റെ അടുത്ത് എന്റെ വയല അറിയാം അതൊരു വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു ഞാൻ സോറി ഞാൻ ക്ഷമയൊക്കെ എനിക്ക് ഈ മൈരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. നീ എന്റെ തോളായിരുന്നോണ്ട് ചെവി നിന്നുണ്ട്. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. ഒന്നും പറയല്ലേ, അത്രല്ലേ ഉള്ളൂ. ഒരു ആണെന്ന് വിളിച്ചു, അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ആനാരാ? സിമ്പിൾ ആയിട്ട് ഞാൻ വാണെന്ന് വിളിച്ച് അതിനകത്ത് കൊണച്ചെന്നേ. ശരിയും തെറ്റും ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഓക്കെ, അത് ഞാൻ സോറി ചോദിക്കാനോ ഓക്കെയാണ്, ഞാൻ ക്ഷമ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ. ഞാൻ അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല, എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം നീ ആരാ മൈര? നമ്മുടെ മോനങ്ങ് വളർന്നു. നമ്മുടെ മോനല്ല, എന്റെ മോൻ. ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. നീ ഇങ്ങനെ നാട്ടിലൊക്കെ പോയി അനാവശ്യ വള്ളിയൊക്കെ പിടിച്ച് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതാണ് മെയിൻ പ്രശ്നം. അത് പിന്നെ നമ്മള് ആണുങ്ങൾ തമ്മിൽ തീർക്കും. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. വീട്ടിലുള്ള ആൾക്കാർ തന്തക്കും മരുന്ന് വിളിക്കരുത്, വിളിക്കാൻ നിൽക്കണ്ട. പൂറി മനസ്സിലായല്ലേ? ശരി, അച്ചിലോക്കി കുറിതൊട്ട വാണവേ. അതെന്നാ വർത്താനം പറഞ്ഞു പോയെ? കൊടുത്ത കൊല്ലത്തും കിട്ടും. അപ്പൊ ലോകം മുഴുവൻ കണ്ട